അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെറും 3 ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി ബത്തക്ക ജാമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യത്തോട് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബത്തക്ക ജാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ബത്തക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബത്തക്ക കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ജ്യൂസ് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. മുഴുവൻ ജ്യൂസും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത ജ്യൂസ് ഏത് പാത്രത്തിലാണോ നമ്മൾ ജാം ഉണ്ടാക്കുന്നത് അതിലേക്ക് അളന്നൊഴിച്ചു കൊടുക്കുക. ഇത് 6 കപ്പ് ജ്യൂസാണെന്നുള്ളത്. ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ട് ജാം ഉണ്ടാക്കാം. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ജ്യൂസ് കുറുകി 3/4 വരെ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/3 പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് ചേർത്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം 2ാമത്തെ കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ജ്യൂസ് കുറുകി പകുതിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി കറുപ്പ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല കുറുകി വരുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ കുറുകി വന്നാൽ ഇതുപോലെ പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദൂരെ നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നല്ലപോലെ കുറുകി വന്ന് ജാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇറ്റിച്ചു കൊടുക്കുക. മുറിഞ്ഞ് പോലെ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മളെ അടിപൊളി ബത്തക്ക ജാം റെഡി. ഇനി വീട്ടിൽ തന്നെ കലർപ്പില്ലാതെ നല്ല ബത്തക്ക ജാം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽബട്ടനും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്